മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള റിസോർട്ടിന് 2 കിലോമീറ്റർ അകലെ നിന്നാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത്. മുകളിൽ നിന്ന് കാൽത്തന്നി വീഴാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. ദീപക് മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിനോദസഞ്ചാരത്തിനെത്തി കാണാതായ ശ്രീനന്ദയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ തന്നെ ഈ മാണിക്യധാര മേഖലയിൽ, പ്രത്യേകിച്ച് ഈ വ്യൂ പോയിന്റിന് താഴ്ഭാഗവും ഒപ്പം മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഊർജിതമായി തന്നെ നടന്നിരുന്നു. അതിനിടയിൽ 12:30 സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ആ വാർത്ത നമ്മൾ അറിഞ്ഞത്. ശ്രീനന്ദയുടെ മൃതദേഹം ഈ വ്യൂ പോയിന്റിന് താഴ്ഭാഗത്തായി കണ്ടെത്തിയിരിക്കുന്നു. ഡ്രോൺ കൊണ്ടുള്ള പരിശോധനയെ തുടർന്നാണ് ആ മേഖലയിൽ വനംവകുപ്പ് ജീവനക്കാർ പോയ സമയത്താണ് ചെറിയൊരു മരത്തിന് മുകളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ വനംവകുപ്പും പോലീസും ഫോറൻസിക് സംഘം അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ആ കാണുന്ന, അതിന് തൊട്ട് പിൻഭാഗത്ത് കാണുന്ന വലിയ മലയുടെ മുകളിലായിട്ടാണ് മാണിക്യധാര വെള്ളച്ചാട്ടവും ഒപ്പം വ്യൂ പോയിന്റും ഉള്ളത്. നേരത്തെ, അതായത് ശ്രീനന്ദ ആദ്യം ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന ഒരു പാറയുടെ ഭാഗം നമ്മൾ രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആ കാണിക്കുന്ന ആ സ്ഥലമാണ് ഈ വലിയ പാറയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പാറയുടെ മുകളിലുള്ള ആ മരം. അവിടെയാണ് ഇന്ന് രാവിലെ നമ്മൾ പ്രേക്ഷകരിലേക്ക് കാണിച്ച സ്ഥലം. അതിന് മുകൾ ഭാഗത്തു നിന്ന് താഴേക്ക് വീണതാണ് എന്നാണ് കർണാടകയിലുള്ള വനംവകുപ്പ് അധികൃതർ അടക്കമുള്ള ആളുകൾ സംശയിക്കുന്നത്. ഇപ്പോൾ മുകളിലേക്ക് സ്ട്രക്ചർ അടക്കമുള്ള സംവിധാനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് മൃതദേഹം താഴോട്ടേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തു നിന്ന് ഏകദേശം 20 കിലോമീറ്റർ റോഡിലൂടെ യാത്ര ചെയ്ത് മാണിക്യധാര റിസോർട്ടുണ്ട്. ആ 20 കിലോമീറ്റർ അകലെയായുള്ള റിസോർട്ടിന് താഴ്ഭാഗത്ത് നിന്ന് വേണം ഈ മലഞ്ചെരിവിലേക്ക് കയറാൻ. ഈ മലഞ്ചെരിവിൽ നിന്ന് മുകൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം പോലീസ് അടക്കമുള്ള വനംവകുപ്പിൻ്റെ ജീവനക്കാർ, മെഡിക്കൽ ടീമൊക്കെ മുകൾ ഭാഗത്തേക്ക് പോയത്. നമുക്ക് ആ വെളുത്ത നിറമുള്ള ദൃശ്യത്തിനടുത്ത് ആളുകൾ നിൽക്കുന്നത് കാണാം. അവിടെയായിട്ടാണ് ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയത്. ആ ഭാഗത്തിപ്പോൾ അധികൃതർ അടക്കമുള്ള ആളുകൾ ഉണ്ട്. അതിന് മുകൾ ഭാഗത്ത് നിന്ന് വീണതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. അതോടൊപ്പം നേരത്തെ ഏറ്റവും ഒടുവിലായി ശ്രീനന്ദ ഈ വ്യൂ പോയിന്റിന് സമീപമുള്ള സ്ഥലത്തിരുന്ന ഒരു ഫോട്ടോയുണ്ട്. ആ ഭാഗത്തു നിന്ന് താഴേക്ക് വീണതാണോ എന്നും സംശയിക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ മൃതദേഹം പുറത്തേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ചിക്മംഗ്ലൂരുവിലെ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് മാറ്റുക. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകുക. ഇവിടെ ശ്രീനന്ദയുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളുണ്ട്. 41 പേരടങ്ങുന്ന സംഘം ബന്ധുക്കൾ ഒരുമിച്ച് കഴിഞ്ഞ 4-ാം തീയതിയാണ് നാട്ടിൽ നിന്ന് ഹംപിയിലേക്ക് മടങ്ങിയത്. ഹംപിയിലെത്തി ഹംപിയിലെ വിനോദസഞ്ചാര മേഖലകളിലെല്ലാം സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ചിക്മംഗ്ലൂരുവിലേക്ക് എത്തിയത്. ചിക്മംഗ്ലൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയായാണ് മാണിക്യധാര എന്ന ഈ വെള്ളച്ചാട്ടമുള്ളത്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിലേക്ക് വൈകിട്ട് 4:30 കുടുംബസമേതം എത്തുകയായിരുന്നു. എന്നാൽ 5:20 ശ്രീനന്ദയെ കാണാതായത്. പിന്നീട് പലതവണ വനംവകുപ്പ് ഒപ്പം ശ്രീനന്ദയുടെ ഒപ്പം വന്ന ആളുകളടക്കം അവിടെയൊക്കെ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ 3 ദിവസങ്ങൾക്ക് അപ്പുറം ഇന്ന് പുലർച്ചെ മുതൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ശരി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ദീപക് വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമാണ്. ആ മലയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് രാവിലെ അവിടെ 4:30 എത്തിയ സമയത്ത് ശ്രീനന്ദ ഒരു ഫോട്ടോ പകർത്തിയത്. ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം കുത്തനെയുള്ള ആ സ്ഥലങ്ങളൊക്കെ. അവിടെ വളരെ സന്തോഷത്തോടു കൂടി കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും അച്ഛനമ്മമാരോടും ഒക്കെ ഒപ്പം നിന്ന കുഞ്ഞാണ്. പിന്നീട് അവിടെ നിന്ന് താഴേക്ക് പോയി എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും വളരെ ദുഃഖകരമായ, സങ്കടകരമായ ഒരു വേർപാടാണ് നമുക്കുണ്ടായത്. 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ബുധനാഴ്ച രാവിലെയാണ് ശ്രീനന്ദയുടെ കുടുംബത്തോട് ഞാൻ സംസാരിക്കുന്നത്. ആ സമയത്തൊക്കെ അവരുടെ പ്രതീക്ഷ വഴിതെറ്റിപ്പോയതാകാമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരുപക്ഷെ കിഡ്നാപ്പ് ചെയ്തതാകാമെന്നോ, ആ കുഞ്ഞിന് ജീവനോട് തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷ ഈ അങ്കലാപ്പുകൾക്കൊക്കെ ഇടയിലും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പ്രാർത്ഥനകളൊക്കെയാണ് വിഫലമായി പോയത്. ശ്രീനന്ദയുടെ മൃതദേഹം മുകളിലേക്ക് കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ അധികൃതർ.